ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് പറഞ്ഞൊരു ഒറ്റ കാര്യം 100-ലധികം സീറ്റുകൾ എന്നുള്ളതാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് 100-ലധികം സീറ്റിനപ്പുറത്തേക്ക് LDFിൻ്റെ കോട്ടകളെ തന്നെ ഇളക്കി മറിക്കാൻ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഭാവികമായും വലിയ വിജയം, അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങയുടെ മുഖത്ത് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അന്നു മുതൽ സംശയിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുക? അത് നമ്മൾ നടത്തിയൊരു കഠിനാധ്വാനമുണ്ട്. അത് പലർക്കും വിശ്വസിക്കാൻ പറ്റാതെ പോയത് നമ്മൾ പുറത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് പലരും കാണുന്നത്. നിശബ്ദമായി നമ്മൾ നടത്തുന്നൊരു പ്രവർത്തനമുണ്ട്. ഞങ്ങൾ പുറത്ത് നടത്തിയ പ്രവർത്തനത്തിൻ്റെ 10 ഇരട്ടി നിശബ്ദമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. എന്താണ് നമുക്ക് സംഭവിച്ചത് എന്ന് പരിശോധിച്ച് അത് തിരുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരു സമയത്ത് പറഞ്ഞത്, ഇപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂടിച്ചേരൽ, കോൺഫെഡറേഷൻ മാത്രമല്ല UDF, വിശാലമായൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതെൻ്റെ ആത്മവിശ്വാസമാണ്. അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള, ഞങ്ങൾ ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്ത് അത് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുക പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. ഞങ്ങളത് മാത്രമല്ല ചെയ്തത്. ഗവൺമെൻറ് പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ഗ്രഹപാഠം ഞങ്ങൾ നടത്തി. എന്നിട്ട് ഓരോന്നിനും ഞങ്ങൾക്ക് ബദൽ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ഫാക്ടർ ഞങ്ങൾ വന്നാൽ അതിൻ്റെ ഒരു വിശ്വാസ്യതയുണ്ട്. അവിടെ തന്നെയാണ് ഈ 2 തവണ നിയമസഭയിൽ നിർജ്ജീവമായ ഒരു സംവിധാനത്തെ, ഒരു മിഷണറിയെ തിരിച്ചു കൊണ്ടുവരിക ശ്രമകരമാണ്. താങ്കൾ നടത്തിയ ആ ദൗത്യം പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു. അത് പ്രവർത്തകരുടെ കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണിയിലെ പ്രവർത്തകരുടെ, നേതാക്കളുടെ ഒക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെ കൂടി ഫലമാണ്. അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്. ടീം UDF എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ഒരു മുന്നണി ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഇത് രാജ്യത്തെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള മാതൃക കൂടിയാണ് കേരളത്തിലെ UDF. ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. ഒരു പാർട്ടി നിയമസഭയ്ക്കകത്തും അത് ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല. 5 കൊല്ലം നിയമസഭയ്ക്ക് പുറത്തുമാണ്. 40 വർഷത്തിനിടയിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ UDF പ്രവർത്തകർ ഇതുപോലെ കഠിനാധ്വാനം നടത്തിയ ഒരു ഇലക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയാകുന്നൊരു കാര്യം വി ഡി സതീശന് വനവാസമല്ല, പട്ടാഭിഷേകമാണ് എന്നുള്ളതാണ്. 100 സീറ്റ് പിടിച്ചു കൊടുക്കുന്നതിൻ്റെ തരത്തിൽ പട്ടാഭിഷേകമാണ്. അല്ല, അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഇപ്പോൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കട്ടെ. നമുക്കതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ അവകാശവാദങ്ങൾ നടത്താനോ ഒന്നിനും ഞാനില്ല. ഞാൻ ഒരു കാര്യത്തിനുമില്ല, ഒരു അവകാശവാദത്തിനുമില്ല, ഒരു അഭിപ്രായ പ്രകടനത്തിനുമില്ല. അത് പാർട്ടി ചെയ്യേണ്ട ജോലിയാണ്. അത് പാർട്ടി ചെയ്യട്ടെ. എൻ്റെ ജോലി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നന്നായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള ആത്മവിശ്വാസവും അഭിമാനവും എനിക്കുണ്ട്. തിരിച്ചുവരവുണ്ടാവും. CPM വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അവർക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അപകടം പറ്റല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ CPM തകർന്നു പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അവരുടെ ഒരു പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. തകർന്നു പോകരുത്. പക്ഷേ അവർ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ BJPയുടെ ഒരു സീറ്റൊക്കെ നിയമമൊക്കെ, ബാക്കി 2 സീറ്റ് UDF ഏതെങ്കിലും തരത്തിൽ നമ്മളെ തലച്ചോറിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും കണക്ക് കൂട്ടിയൊരു കാര്യമായിരുന്നു. 3 സീറ്റ് കൊടുത്തത് 3 സിറ്റിംഗ് സീറ്റാണ് പോയത്. ആരുടെ? CPMൻ്റെ 2 മന്ത്രിമാരുടെ സീറ്റാണ് പോയത്. 2 മന്ത്രിമാരായിരുന്ന ആളുകളുടെ സീറ്റാണ് പോയത്. ഞാൻ കരുതുന്നത് CPM BJP ഡീലുണ്ടായിരുന്നു. പൂർണ്ണമായി കേരളത്തിൽ നടപ്പായില്ല, പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും നടപ്പായി. ഒരു വെള്ളി തളികയിൽ വെച്ചിട്ടാണ് അവർക്ക് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM ആണ്. പിന്നെ അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അവർ നിയമസഭ വരട്ടെ. ആരായാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളല്ലേ, കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളല്ലേ. അവർ നിയമസഭയിൽ വന്ന് അവർ പ്രതിപക്ഷത്താണ് ഇരിക്കാൻ പോകുന്നത്, ഭരണകക്ഷിയിലല്ലല്ലോ. അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യമല്ലേ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.